എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വന്ന വഴിക്ക് ഞാൻ ഉമ്മയുടെ പണിസ്ഥലത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഉച്ച ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, ഉച്ച ആയില്ലേ, നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഒരുമിച്ച് ഇറങ്ങാം, നീ ഇനി ഒറ്റയ്ക്ക് പോയി വീട്ടിലിരിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ. നമ്മുടെ ഐനൂസിനാണെന്നുണ്ടെങ്കിൽ സൈനത്ത് കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിരുന്ന് അവൾ കഴിക്കുകയാണേ. ഞാനാണെന്നുണ്ടെങ്കിൽ മീൻ വറുക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വലിയ വലിയ മീനുകളൊക്കെയാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. നല്ല മാംസമുള്ള മീനായിരിക്കും. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് മീൻ കറിയും നമ്മുടെ പരിപ്പുലത്തേതും മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയുടെ പണിസ്ഥലത്ത് വേറൊരു കുട്ടിയും കൂടി എനിക്ക് വീഡിയോ എടുത്ത് തരാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി എണീറ്റപ്പോഴാണെന്നുണ്ടെങ്കിലോ നമ്മുടെ ഐനൂസും വാപ്പയും കൂടി ഇതെന്താ പിണങ്ങി കിടക്കാൻ കേട്ടോ. വാപ്പ എന്തോ ചീത്ത പറഞ്ഞപ്പോൾ ഐനൂസ് പിണങ്ങി മിന്നല്ലേ മുമ്പത്ത് വന്നിട്ട് കിടക്കാണ്. അങ്ങനെ വാപ്പ അവിടുന്ന് പൊക്കി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവളുടെ മാമ എഴുന്നുണ്ടെങ്കിൽ അവൾക്ക് TV വെച്ച് കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഐനൂസിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോണിൽ കാണുന്ന ഇഷ്ടമല്ല, TV കാണുന്ന എൻ്റെ ഇഷ്ടം. ഞാനതൊന്നും മെയിൻ്റ് ആക്കാണ്ട് ബീഫ് നല്ല ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ കറിയിലുണ്ടായ ബീഫാണ് കേട്ടോ. അത് ഉമ്മ ഇങ്ങനെ നല്ലോണം ഫ്രൈ ചെയ്ത് വെക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. കുഞ്ഞിലേ തൊട്ട് നമ്മൾ ബീഫ് അങ്ങനെ കറിയിലിട്ടത് കഴിക്കാത്തതുകൊണ്ട് ഉമ്മ ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ബീഫ് വറുത്തതും അതുപോലെ തന്നെ ചാറും കൂട്ടി ഇടിയപ്പം കൂട്ടി നല്ലോണം അവിടുന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഉറക്കത്തിൽ എണീറ്റ് ഞാൻ ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടിയപ്പം എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉമ്മ എന്നെ കടയിൽ പോകാനായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, വേഗം ഫുഡ് കഴിച്ചിട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോവാം, ഐനൂസിന് ഇവിടെ ആക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഐനൂസിനെ വീട്ടിലേൽപ്പിച്ചിട്ട് ഞാനും ഉമ്മയും കൂടി ആട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് LDFയുടെ ജാഥ പോകുന്നുണ്ടായിരുന്നു. അതിന് നമ്മുടെ സ്ഥാനാർത്ഥിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ സ്ഥാനാർത്ഥി വന്നപ്പോഴത്തേക്ക് ഞാനിതാ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ഥാനാർത്ഥിക്ക് ടാറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വാപ്പയുടെ പാർട്ടിയാണിട്ട് ഇത്. അതുകൊണ്ട് വാപ്പ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഐനൂസും വാപ്പയും പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാനും ഉമ്മയും അജുവും കൂടി അകത്താണ്ട നിൽക്കുന്നത്. നമ്മളെ സിറ്റൗട്ടിന് അവിടെ നിൽക്കുകയാണ്. പിന്നെ ജാഥയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഐനൂസിൻ്റെ കണ്ണിലെന്തോ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാപ്പ അത് ഊതി കൊടുക്കാണ്ട്. പിന്നെ ഞങ്ങൾ വെള്ളയപ്പവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാട്ടോ ഉമ്മ. അപ്പം അത്രയേ ഉള്ളൂ. നമ്മൾ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ്